എല്ലാവർക്കും മഴവിൽ മീഡിയയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സ്വപ്ന എന്ന് പറയുന്ന വ്യക്തി കുഞ്ഞുങ്ങളെയും വെച്ച് എങ്ങോട്ടാണ് പോകുന്നതെന്നറിയാമോ? കൈക്കൂലി മേടിക്കാനായിട്ടാണ് പോകുന്നത്. ഇവർ കോർപ്പറേഷൻ സോണൽ ഓഫീസ് വൈറ്റിലയിലെ ബിൽഡിംഗ് ഇൻസ്പെക്ടറാണ്. ഒരു ബിൽഡിങ്ങിന് നമ്പർ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് 15,000 രൂപ കൈക്കൂലി വാങ്ങിയതിന് ഇവരെ വിജിലൻസ് അറസ്റ്റ് ചെയ്തു. വളരെ ആഘോഷമായിട്ട് കുഞ്ഞുങ്ങളെയൊക്കെ കൂട്ടി തൻ്റെ ആഡംബര വാഹനത്തിൽ പോയിട്ടാണ് ഈ കൈക്കൂലി വാങ്ങിയത്. പക്ഷേ കൈക്കൂലി വാങ്ങി വരുന്ന വഴിക്ക് വിജിലൻസ് കൈയോടെ പിടികൂടി. ശരിക്കും പറഞ്ഞാൽ വേടൻ ഇപ്പോൾ പാടേണ്ടത് ജാതി പ്രശ്നങ്ങളെക്കുറിച്ചല്ല, പകരം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ചിട്ടാണ്. അതായത് ഒരു സാധാരണ മനുഷ്യന് ജീവിക്കാൻ പറ്റാത്ത നിലയിലേക്ക് ഇതേപോലെ കൈക്കൂലി പ്രശ്നങ്ങൾ വളരുകയാണ്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കെതിരെ ഒരു പാട്ടെഴുതാനാണ് വേടൻ ഇപ്പോൾ ശ്രമിക്കേണ്ടത്. കാരണം ഇതാണിപ്പോൾ നമ്മുടെ നാട്ടിലെ റിയലായ പ്രശ്നം. ഒരു കാര്യം സാധിക്കണമെങ്കിൽ ലക്ഷങ്ങളും 10,000ങ്ങളും കൈക്കൂലി കൊടുക്കേണ്ട അവസ്ഥ. ഇനി ഒരു ചെറിയ കാര്യം സാധിക്കണമെങ്കിൽ കൂടിയും അതിനനുസരിച്ചുള്ള കൈക്കൂലി കൊടുക്കേണ്ടതായിട്ട് വരുന്നു. ഈ ഒരു പ്രശ്നമാണ് നമ്മുടെ നാട്ടിൽ നിന്ന് മാറേണ്ടത്. സാധാരണക്കാർക്ക് ഒരു കാര്യം നേടിയെടുക്കാൻ പറ്റാത്ത അവസ്ഥയായി മാറുന്ന ഒരു വലിയ പ്രശ്നമാണ് ഈ കൈക്കൂലി. എത്രയോ കാലത്തിനു മുമ്പ് തന്നെ നിയമപ്രകാരം ഇല്ലാതായ ഒരു ജാതി വ്യവസ്ഥ. ഇപ്പോഴത്തെ തലമുറയാവട്ടെ ഒരു രീതിയിലും അതിനെ സപ്പോർട്ട് ചെയ്യുന്നുമില്ല. ഇത്തരത്തിലൊരു സംഭവത്തെക്കുറിച്ച് പാട്ടെഴുതുന്നതിന് പകരം ഇതേപോലെ സമൂഹത്തിൽ നടക്കുന്ന കറപ്ഷൻസ്, ഇതേപോലെയുള്ള പല പ്രശ്നങ്ങളും, കുഞ്ഞുങ്ങളെ ബലാത്സംഗം ചെയ്യുന്നത്, അല്ലെങ്കിൽ സാമൂഹികമായിട്ടുണ്ടാവുന്ന അരാജകത്വങ്ങൾ, ഇതൊക്കെയാണ് വേടൻ പാട്ടിലൂടെ അവതരിപ്പിക്കേണ്ടതെന്ന് തോന്നിപ്പോവുകയാണ്. കാരണം നമ്മൾ നേരിടുന്ന യഥാർത്ഥ പ്രശ്നം ഇതുപോലെയുള്ള ഉദ്യോഗസ്ഥരുടെ ഈ അനാവസ്ഥയും അതേപോലെ തന്നെ കൈക്കൂലിയുമാണ്. ഇതേപോലെയുള്ള മോശം ഉദ്യോഗസ്ഥരെ റൈറ്റ് അവേ തന്നെ ഡിസ്മിസ് ചെയ്യാനുള്ള ഓർഡറാണ് കൊടുക്കേണ്ടത്. കാരണം ഇവരെ സസ്പെൻഡ് ചെയ്യുകയല്ല ചെയ്യേണ്ടത്. കൈക്കൂലി മേടിക്കുന്നവന് ഏറ്റവും വലിയ ക്രിമിനൽ ശിക്ഷ തന്നെ നൽകി ഇവരെ കുറഞ്ഞതൊരു ജീവപര്യന്തമെങ്കിലും ശിക്ഷിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഒരു നാടിനെ അരാജകത്വത്തിലേക്ക് തള്ളിവിട്ട് ജനങ്ങളുടെ സ്വൈര്യ ജീവിതത്തിന് തടസ്സം നിൽക്കുന്ന ഇവർക്ക് കഠിന ശിക്ഷ തന്നെയാണ് നൽകേണ്ടത്. കാരണം ഇവർ ചെയ്യുന്ന ജോലിക്ക് ഗവൺമെൻറ് എടുത്താൽ പൊങ്ങാത്ത സാലറി കൊടുക്കുന്നുണ്ട്. അതിന് പുറമെയാണ് ഇവർ പാവങ്ങളുടെ കയ്യിൽ നിന്നും ഇത്തരത്തിൽ കൈക്കൂലി വാങ്ങുകയും ചെയ്യുന്നത്. ഇതൊക്കെ ഇവർ ഉപയോഗിക്കുന്നത് ആഡംബര ജീവിതം നയിക്കാനാണ്. പൈസ ഉണ്ടാക്കാൻ ഏതറ്റം വരെയും മോശമായ കാര്യങ്ങൾ ചെയ്യാൻ മടിയില്ലാത്ത ഒരു ജനസമൂഹമായിട്ട് ചിലരെങ്കിലും മാറിയിട്ടുണ്ട്. ഇത് ഇപ്പോൾ തന്നെ